നമസ്കാരം. ഞാനിപ്പോൾ പമ്പരി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. ഇവിടെ തുങ്കേഷ് ബാബു എന്നൊരു കലാകാരനുണ്ട്. ഒരു അതുല്യ കലാകാരനാണ്. അതായത് ഭാവപ്രിയ പീതാംബരൻ എന്ന് പറയുന്ന ദമ്പതികളുടെ മകനാണ്. ഇവിടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലില്ല. അപ്പം അടുത്തുള്ളവർ പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ ലോട്ടറി കച്ചവടം കൂടെ ഉണ്ട്. ഈ സമയത്ത് കച്ചവടം കഴിഞ്ഞ് ഈ ടൈമിലൂടെ വരികയാണ്, ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അദ്ദേഹത്തെ തിരക്കി വന്നതാണ്. നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹമാണെന്ന് വന്നു വരുന്നത്. ബാബു അത് തന്നെ, അതേ തന്നെ, നമ്മൾ പ്രതീക്ഷിച്ച ആൾ തന്നെ വരുന്നത്. നമസ്കാരം. ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. നമസ്തേ. വീട്ടിൽ പോയായിരുന്നു. അപ്പം ഈ കച്ചവടം കഴിഞ്ഞ് ഈ സമയത്ത് ഇതിലെ വരും എന്ന് പറഞ്ഞു. അമ്മ എങ്ങോട്ട് അപ്പുറത്തെങ്ങോട്ട് കടയിലെങ്ങോട്ട് പറഞ്ഞു. പ്രിയരെ, ഇതാണ് തുങ്കേഷ് ബാബു. നമസ്കാരം. നമസ്കാരം. എങ്ങോട്ട് കച്ചവടം ടിക്കറ്റ് ചെലവായില്ലേ? എടുക്കാൻ പോണല്ലേ? അപ്പോൾ പിന്നെ ഞാൻ തിരക്കി വന്ന ആളിതാണ്. ഇപ്പം എന്താ വർക്ക്? കച്ചവടം, പിന്നെ അതുകൂടാതെ കൂട്ടുകാരുമായിട്ട് ഭക്തി ഗാനമേള, അതുപോലെ ട്രാക്ക് ഗാനമേള, ചെറിയ മിനി ഗാനമേള, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ചെറിയ പരിപാടികളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം പിന്നെ ഇപ്പം മുൻപേ പറഞ്ഞിരിക്കും. നമ്പർ എന്ന് പറയാം, ഫോൺ നമ്പർ എന്ന് പറഞ്ഞിരിക്കും. എന്റെ ഫോൺ നമ്പർ 9446267770. അതാണ് നമ്പർ. പിന്നെ എന്റെ കൂട്ടുകാരൻ്റെ നമ്പറുണ്ട്, അതുകൊണ്ട് കാണാൻ അറിയത്തില്ല. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ട് ഞാൻ അടി പറയാം. ഓക്കെ. അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തി അമ്മ, അവരുടെ 2 കുട്ടികൾ. കല്യാണം കഴിഞ്ഞില്ല? ഇല്ല. ഓക്കെ. അപ്പൊ അതായത് അമ്മയാണോ വരുന്നത്? അമ്മയാണ്. ആണോ? അമ്മയെന്ന് പരിചയം. അമ്മ പിന്നെ തുങ്കേഷ് ബാബുവിനെ സംബന്ധിച്ച് ഒരു വേറൊരു വെറൈറ്റി സാധനം കൊണ്ടുപോട്ടെ. ഈ ചീപ്പ് വെച്ചല്ലേ? ചീപ്പും പേപ്പറും. അച്ഛൻ ചെറുപ്പത്തിൽ അങ്ങനെ കാണിച്ചു തന്നൊരു ചെറിയൊരു സംഭവമായിരുന്നു. ആണല്ലേ? അത് പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റേ പ്രമുഖ ചാനലിൽ തന്നെ ചില ആൾക്കാരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. നമസ്കാരം. അതാണ് അമ്മ. ചെറിയൊരു കലാപരമായ ഡാൻസും കാര്യങ്ങളൊക്കെ. ഇത് തുങ്കേഷ് ബാബുവിന്റെ അമ്മയാണ്. അമ്മയും ഒരു കലാകാരിയാണ്. ഇടയ്ക്ക് ചാനലിലൊക്കെ അല്ലേ? ചാനലിൽ പോയതാണ്. ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവത്തിൽ പോയി നാടൻ പാട്ട്, ഡാൻസ്, സെമി ക്ലാസിക്കും അല്ലാതെ മറ്റേ എല്ലാരും ചൊല്ലണം. ആ ഡാൻസൊക്കെ കളിച്ചു. ആണല്ലേ? നാടൻ പാട്ട് പാടുവോ? പഴയൊക്കെ പാടുവോ? അപ്പൊ തുങ്കേഷ് ബാബുവിന് മുമ്പ് നമുക്ക് അമ്മയുടെ ഒരു 2 വരി കേൾക്കാം. ഓക്കെ. പുലരി വരുന്നേ, പുലരി വരുന്നേ, ഇരുൾ പോയേ പോയേ, ഇരുൾ പോയേ, ശീലമാർന്ന നാടുണർന്നിതാ, പുലരി വരുന്നേ, പുലരി വരുന്നേ. നമസ്കാരം. അപ്പോൾ മനോജാണ് എന്നെ ഒന്ന് കാണാമെന്ന് എൻ്റെ ചെറിയ ഒരു പരിപാടിയുടെ പ്രകടനം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണ്. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ കാണിച്ചു തന്ന ഒരു ചെറിയ, ഒരുപാട് ആൾക്കാരൊക്കെ അത് ചെയ്തിട്ടുണ്ട്, എങ്കിലും ചീപ്പ് കടലാസം വെച്ച് ചുണ്ടോട് ചേർത്ത് വെച്ച് കമ്പനം ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് കേട്ടുമറന്ന ചില ചിത്രങ്ങളിലെ പശ്ചാത്തല സംഗീതം ഞാനൊന്ന് ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനത് ആരംഭിക്കുകയാണ്. ചിത്രം എന്നുള്ള സിനിമയിൽ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ, സോമൻ അദ്ദേഹത്തിനോടൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള ആ പശ്ചാത്തല സംഗീതം. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ
ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണീവാക ചോട്ടിൽ മയങ്ങുമ്പോ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണീവാക ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ. സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. അപ്പം തുങ്കേഷ് മനോഹരമായി പാടിക്കട്ടെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുങ്കേഷിന്റെ പാട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ മെയിനായിട്ട് ജീവിതമാർഗം കണ്ടല്ലോ. അപ്പം ഇദ്ദേഹത്തിന്റെ മറ്റൊരു ജീവിതമാർഗമാണ് കലാരംഗം അല്ലേ, ഭക്തിഗാന സുധ, ട്രാക്ക് ഗാനമേള അല്ലേ, അതിനൊക്കെ വിളിക്കണം. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞേ 9446266770. അപ്പം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ വിളിച്ച് തുങ്കേഷ് ബാബുവിന്റെ ജീവിതം എന്തുവാ പറഞ്ഞത് പൂവണിയിട്ട് നല്ല രീതിയിൽ പൂവണിയിട്ട് ഒരു സമിതിയുണ്ട്. അത് ശ്രീകൃഷ്ണ ഓർക്കസ്ട്ര എന്നാണ് പേര്. പിന്നെ വെനീസ് എന്നുള്ള പേര് ഞങ്ങളുടെ ഒരു ഗാനമേളയുണ്ട്. അത് ആലപ്പുഴയിലുള്ള തിരുവാമ്പാടിയിലുള്ള ഒരു സിനീഷ് തിരുവാമ്പാടിയും ഒരു അരുൺ തിരുവാമ്പാടി, അദ്ദേഹം ശ്രീകുളം സ്റ്റാഫാണ്. മറ്റേ സിനീഷ് കീബോർഡിസ്റ്റാണ്, ജവഹർ ബാലഭവനിലാണ്. ഞങ്ങളുടെ 3 പേരും കൂടെ ചേർന്നാണ് ശ്രീകൃഷ്ണ ഓർക്കസ്ട്രമുള്ള ഒരു ചെറിയ ഭക്തിഗാനമേള ആദ്യം രൂപം കൊടുത്തത്. പിന്നെ ചെറിയ ഗാനമേളയൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ടൊക്കെ പോവുകയാണ്. ഇതിനെല്ലാം ഇത് കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകർ വിളിക്കട്ടെ. ഓക്കെ. പിന്നെ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഈ എന്നെ പരിചയപ്പെടുത്താനായിട്ട് മനോഹരൻ കാണിച്ച ഈ മനസ്സ് ഞാൻ എന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച മനോജനും കുടുംബത്തിനും കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാർക്കും എന്റെ സഹപ്രവർത്തനാണ്. എന്റെ കുട്ടനാട് കണ്ണകയുടെ ടീം മാനേജറാണ് മുകുന്ദൻ തകഴി. എന്റെ കൂടെ എവിടെയും കാണും. അതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എന്റെ പാട്ടുകൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനി ഇത് കാണാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.